ഹലോ ഗൈസ്, ജിംഖാന വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് തമിഴ്നാട്ടിലുള്ള ലക്ഷ്മി നരസിംഹ സ്വാമി ടെമ്പിളിലേക്കാണ്. ലക്ഷ്മി നരസിംഹസ്വാമി ടെമ്പിളിലേക്ക് പോലൂർ ടൗണിൽ നിന്നും 2 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ആ ക്ഷേത്രത്തിൻ്റെ അടിവാരത്ത് പോകാൻ 2 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഓട്ടോ ഉണ്ട്. അപ്പോൾ ഓട്ടോന് 100 രൂപയാണ്. ഞാൻ കാണിച്ചു തരാം ഇവിടുന്ന് എവിടെ എത്തുന്നു. കാരണം പോലൂർ ടൗണിൽ നിന്ന് നമുക്ക് ആ ഒരു ക്ഷേത്രം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഈ ഒരു ലക്ഷ്മി നരസിംഹ സ്വാമി ടെമ്പിളിൻ്റെ താഴ്വാരത്ത് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ മുകളിൽ ആടി എത്തണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ താഴെ ഒരു ക്ഷേത്രമുണ്ട്. പോകുന്ന വഴിക്ക് ആട്ടും കുട്ടിയുണ്ട് കേട്ടോ. കണ്ടാ അരയാലാണ് ഇത് മുഴുവനായിട്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നോക്കിയ അരയാലിൻ്റെ പേര് താഴേക്ക് വീണിട്ടുണ്ട്. ഇങ്ങനെ ഇതായത് ഭംഗിയല്ലേ, ഒരു രക്ഷയില്ല. അതിൻ്റെ കായാണ് കേട്ടോ ഈ കാണുന്നത്, അരയാലിൻ്റെ. ഈ അരയാലിൻ്റെ വണ്ണം കണ്ടെങ്കിൽ ഇവിടെ ഈ ദീപം കത്തിച്ച് വെച്ചതാണ് കേട്ടോ കാണുന്നത് മുഴുവനും. അപ്പോൾ ഒരുപാട് സ്റ്റെപ്പ് കയറാനുണ്ട്. നമ്മൾ അങ്ങോളം സ്റ്റെപ്പ് കയറാനുണ്ട് കേട്ടോ. ഇവിടെ ഭയങ്കര ഭംഗിയാട്ടോ കാണാൻ, അടിപൊളി. എന്ന് വെച്ചാൽ ഈ ഒരു അരയാലിൻ്റെ വേര് കണ്ട ഫുൾ താഴേക്ക് വീണിട്ട് നല്ല രസമാണ് കാണാൻ. എനിക്ക് ഒന്ന് ഇതിൻ്റെ മുകളിലേക്ക് വെള്ളം പോകുന്നതേ വേണ്ട, പൈപ്പ് ഇട്ട് വെച്ചിട്ട്. അപ്പോൾ ഏറ്റവും മുകളിൽ പോകേണ്ടൊക്കെ എത്ര പണിയുണ്ട് നോക്കിയേ. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ 840 സ്റ്റെപ്പ് ഉണ്ട്. ഈ 840 സ്റ്റെപ്പ് കയറി എത്തുമ്പോഴൊക്കെ സമയം കുറേ ആവും, നമ്മൾ ക്ഷീണം പിടിക്കും. അതുകൊണ്ട് രാവിലെ വരുന്നതാണ് നല്ലത്. ഇപ്പം അമ്പലം ക്ലോസ് ആക്കി എന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം, അടിപൊളിയാണ്. പിന്നെ ഇന്നലെ പർവ്വതമല ഞാൻ കയറി, അതുകൊണ്ട് ചെറിയൊരു ക്ഷീണമുണ്ട്. നമ്മൾ പകുതിക്ക് എത്തിയില്ല. അപ്പത്തിൽ ഇതിൻ്റെ കയറ്റം കണ്ടെങ്കിൽ നല്ല ചെരുവാണ് ഈ ഇവിടെ. പിന്നെ ഇടയ്ക്കൊരു ലാൻഡിങ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ കറണ്ട് പോകുന്നുണ്ട് കേട്ടോ. നോക്കിയാ ഇത് കണ്ടോ, ഇത് മുകളിലേക്ക് കറണ്ട് പോകുന്നുണ്ട്. മിക്ക സ്ഥലങ്ങളിൽ എന്ന് പറഞ്ഞാൽ സോളാറായിരിക്കും. അപ്പോൾ ഇത് മുകളിലേക്ക് കറണ്ട് പോകുന്നുണ്ട്. ഇവിടെ ഒരു ഇതുണ്ട് കേട്ടോ, വെള്ളത്തിൻ്റെ കണ്ടോ, ആടത്തേക്കാണ് പോകുന്നത്. ആടുന്ന് മുകളിലേക്ക് പോകണ്ട അറിയില്ല. പക്ഷേ പടിക്കെട്ട് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. നോക്കിയാൽ ചെരിഞ്ഞ് പോയിട്ട് അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നേ ഏകദേശം ഒരു 3/4 മണിക്കൂർ എടുക്കുന്ന തോന്നുന്നത് ഇതിൻ്റെ മുകളിൽ കയറാൻ. ഞാൻ ഫുള്ളായിട്ടൊന്നും വീഡിയോ ഇടൂല, കാരണം എന്താ വെച്ചാൽ വീഡിയോ ലെങ്ത്ത് കൂടും. പിന്നെ നല്ല വേലായി ഇതാ സൂര്യൻ അങ്ങനെ കത്തി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ വ്യൂ ആട്ടോ ഈ കാണുന്നത്. ആ കാണുന്നത് വലിയ പുഴയാണ്. പിന്നെ ആ ഒരു സൈഡ് മുഴുവനായിട്ട് വയലാണ്.
ഇതിൻ്റെ മുകൾ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു മരമൊന്നും കാണാൻ പറ്റുന്നില്ല. ചെറിയ ചെറിയ മരമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വെയിൽ വന്നു കഴിഞ്ഞാൽ ക്ഷീണം പിടിക്കാനുള്ള എങ്ങനെയാലും ക്ഷീണം പിടിക്കും. താഴെ ചോദിച്ചു തരാം, ഇവിടെ ഒരു ഗുഹയുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഗുഹയൊന്നും ഞാൻ കാണുന്നൊന്നുമില്ല. ഞാൻ ഏകദേശം പകുതി വരെ നടന്നേ, അപ്പോൾ ഗുഹയൊന്നും കാണുന്നില്ല. ഒരു രക്ഷയില്ല. രാവിലെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഭംഗി ഒരു വേറെ തന്നെയാണ്. സ്റ്റെപ്പൊക്കെ എന്ന് പറഞ്ഞാൽ കരിങ്കല്ല് കൊണ്ട് പാകിയിട്ടുള്ളൂ കേട്ടോ. കരിങ്കല്ല് പാകിയാണ്. അതുകൊണ്ട് തന്നെ വെയിലത്ത് നടക്കുമ്പോൾ നമുക്ക് കാല് പൊള്ളാനുള്ള സാധ്യതയുണ്ട്. മുകളിലത്തെ ഹൈറ്റ് നോക്കിയേ, ഒരു രക്ഷയില്ല. ഇവിടെ ഒരു വലിയ പാറയുണ്ട് കേട്ടോ. പാറ ഉണ്ടായെങ്കിൽ വലിയ വലിയ പാറയാണ്, ഒരു രക്ഷയില്ല. നമ്മൾ അതിൻ്റെ മുകളിലെത്തണം. ഒരുപാട് നടക്കാനുണ്ട്. എന്താ താഴെ നോക്കുമ്പോൾ വ്യൂ കണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എത്തിയിട്ട് താഴെ നോക്കുമ്പോൾ ആ കാഴ്ചയില്ലേ, അടിപൊളിയായിരിക്കും. ഒരു രക്ഷയുണ്ടാവില്ല. കാരണം നല്ല വെയിൽ വരുന്നുണ്ട്. പക്ഷെ ആ ഒരു മുകളിൽ നമുക്ക് സൺറൈസൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. നല്ലോണം നല്ല വെയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല. ഇത് മുഴുവനായിട്ട് അങ്ങോളം പാറയാട്ടാ. ഉണ്ടാ ചെരിഞ്ഞ് അങ്ങോളം പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ കാട്ട്പാടി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് പോലൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ടിക്കറ്റ് എടുക്കുക. അവിടുന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ ഉള്ളൂ പോലൂർ ബസ് സ്റ്റാൻഡിലേക്ക്. അവിടുന്ന് ഇവിടത്തേക്ക് പോലൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇവിടത്തേക്ക് 2 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ ഓട്ടോ പിടിക്കുന്ന നല്ലത്. ഓട്ടോന് 100 രൂപയാണ് കൊടുക്കേണ്ടത്. 2 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ചുറ്റി കറങ്ങും. അതുകൊണ്ട് 100 രൂപ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു മലേൻ്റെ മുകളിൽ പെരുമാളാണ് കുടിയിരിക്കുന്നത് കേട്ടോ. ലക്ഷ്മി നരസിംഹസ്വാമി പെരുമാളാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരുപാട് സ്വാമിമാരൊക്കെ തപസ് ചെയ്തിട്ടുണ്ടെന്ന് താഴേന്ന് പറഞ്ഞു കേട്ടോ. ഇതെവിടെയാണ് തപസ് ചെയ്തതെന്ന് അറിയില്ല, ഞാൻ കാണിച്ചു തരാൻ വെച്ചാൽ. അപ്പോൾ നമ്മൾ നടന്ന് ഏകദേശം പകുതിക്ക് എത്തിയിട്ടുള്ളത്. ശരിക്ക് തളർന്നു പോയിട്ടാ. രാവിലെ ഒന്നും കഴിച്ചില്ല. അപ്പോൾ കടയൊന്നും തുറക്കാത്തതുകൊണ്ട് ഒന്നും കഴിക്കാണ്ടാണ് ഈ ഒരു കുന്ന് കയറുന്നത്. അപ്പോൾ നമ്മൾ കണ്ട താഴെ അങ്ങനാണ് വരുന്നത്. അവിടെ കണ്ട ഒരു പച്ച പോലെ അവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ വരുമ്പോൾ ഇതുപോലെ ചെറിയൊരു ഗോപുരം പോലത്തെ ഉണ്ട്. അവിടെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു സൈഡൊക്കെ എന്ന് പറഞ്ഞാൽ തീയിട്ടിട്ട് എല്ലാം കത്തിച്ചിട്ടാണ് ഉള്ളത്. കാടായിരിക്കും, അതുകൊണ്ടാണ് നല്ലോണം തീയിട്ട് കത്തിച്ചു. അതുകൊണ്ട് കാടും കാര്യമൊന്നുമില്ല. പക്ഷേ
ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ വരുമ്പോൾ കുറച്ച് കാടൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു ഭംഗിയും എന്താ പറയുക നമുക്കൊരു വൈബ് ഉണ്ടാകുന്നത് അങ്ങനെയല്ലേ. പിന്നെ ഒരുപാട് കുരങ്ങന്മാരുണ്ട് കേട്ടോ. എൻ്റെ ക്യാമറ കാണുന്നുണ്ടോ അറിയില്ല, അതിൻ്റെ മുകളിൽ മുഴുവൻ കുരങ്ങന്മാരാണ്. ഈ ഒരു ഭാഗത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മുഴുവനും കുരങ്ങന്മാരാണ്. അവന്മാർ നമ്മളെ ബാഗ് എൻ്റെ അകത്ത് എന്തെങ്കിലും തിന്നാനുണ്ടോയെന്ന് നോക്കൂ. ഈ ഒരു സ്റ്റെപ്പ് കണ്ടോ, ഈ സ്റ്റെപ്പ് നല്ല കുത്തനുള്ള സ്റ്റെപ്പാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ ഒരുപാട് ബിൽഡിങ് മാത്രമേ കാണാനുള്ളൂ കേട്ടോ. ഈ ഒരു സൈഡ് പോലൂർ ബസ് സ്റ്റാൻഡാണ് അങ്ങ് കാണുന്നത്. ചെറിയൊരു മഞ്ഞുണ്ട്, അതുകൊണ്ട് നേർക്ക് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇവിടെ ശരിക്കും കുത്തനുള്ള കയറ്റാട്ടാ കണ്ടോ, നല്ല കുത്തനുള്ള കയറ്റാ. ഇവിടെ എത്തുമ്പോൾ ചെറിയൊരു ലാൻഡിങ് ഉണ്ട് കേട്ടോ. ലാൻഡിങ് ഇതേപോലെ ലാൻഡിങ് ഉള്ളതുകൊണ്ട് നമുക്കിങ്ങനെ കുറച്ചൊന്ന് നിൽക്കാം. ഈ ഒരു പാറേൻ്റെ മുകളിൽ ഒന്ന് കയറി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇവിടെ നോക്കുമ്പോൾ വ്യൂ കണ്ടെങ്കിൽ ഈ സ്ഥലത്ത് നിന്ന് മുഴുവനായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഒരു രക്ഷയില്ല. വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഈ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ആരോഗ്യമുള്ള സമയത്ത് ഇതുപോലെ മലേൻ്റെ കാഴ്ചകളൊക്കെ കാണണം കേട്ടോ. ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, നീ എന്താണ് പരിപാടി ഈ മലക്കെല്ലാം കയറി പോയിട്ട് തപസ് ചെയ്യാറും ചെയ്യുമെന്നെല്ലാം ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇതാണ് സംഭവം കണ്ട. ഇത്രയും മനോഹരമായ കാഴ്ച നമ്മൾ എവിടെ കിട്ടുക അല്ല. ഈ ഒരു മല കണ്ടെങ്കിൽ വലിയ പാറ കേട്ടാ. ഇതിൻ്റെ മുകളിൽ നമുക്ക് കയറേണ്ടത് ഏകദേശം നമ്മളൊരു 75% നമ്മൾ കയറി. അപ്പോഴൊക്കെ മൊത്തം വേർക്കൽ തുടങ്ങി. പോകുന്ന വഴിക്ക് ഒരു സൈഡ് നമുക്ക് വേലൊന്നുമില്ല, അതുകൊണ്ട് സുഖമാണ്. ഈ ഒരു സൈഡോ വേലുള്ളൂ. ഈ ഒരു മരം കണ്ട, മരത്തിൻ്റെ മുകളിൽ ഒരു ചപ്പ് പോലും ഇല്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടാ. ഒരു രക്ഷയില്ല. ഗൈസ്, അപ്പം നിങ്ങൾ ഇത് കണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ താഴെ ഒരു ചെറിയ കല്ല്, ആ കല്ലാണ് ഈ വലിയ പാറേനെ താങ്ങി നിൽക്കുന്നതെന്ന് തോന്നും കേട്ടോ. കണ്ടോ? അപ്പം നടന്ന് വരുമ്പല്ലോ ഇതുപോലെ ചെറിയൊരു ഗോപുരമുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വരെ കറണ്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് അതിശയം തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങോളം പോകുന്നുണ്ട്. ഈ പാറ ഭയങ്കര സംഭവം, ഒരു രക്ഷയില്ല. അപ്പോൾ തമിഴ്നാട്ടിലുള്ള കുറച്ച് മലകളൊക്കെ ഞാൻ കയറിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ യൂട്യൂബ് ചാനലുണ്ടാവും. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ എൻ്റെ മറ്റേ വേറെ വീഡിയോ ഉണ്ട്, അതൊക്കെ കൊണ്ടിറങ്ങി മല, അങ്ങനെയുള്ള 1-2 മലയുണ്ട്, അതൊക്കെ കണ്ടു നോക്കുക. കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വരുക. കണ്ടോ, കുരങ്ങന്മാരുണ്ട്. അവർ ഉപദ്രവിക്കുമെന്ന് അറിയില്ല കേട്ടോ. വലിയ കുരങ്ങന്മാരാ. ഇപ്പോൾ ഗുഹ കണ്ടു കേട്ടോ. ഇതാ നമ്മൾ ഈ ഒരു സൈഡ് പോകുന്ന എന്നാ ഇതാണ് ഗുഹ. അപ്പോൾ ഈ ഗുഹയിലാണ് ഇത് അണ്ണാൻ മല എന്ന് പറ ഈ ഗുഹേൻ്റെ പേര്. അപ്പോൾ ഈ ഗുഹയിൽ ഒരുപാട് സ്വാമിമാർക്ക് തപസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്.
ഇത് കണ്ട ഈ ഗുഹേൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. ഞാനങ്ങനെ പോകുന്നില്ല. അത് അതിൻ്റെ ഓരോ ദ്വാരമുണ്ട് ഇങ്ങനെ കാണുന്നത് കണ്ട, ഹോൾസ് കണ്ട. അപ്പോൾ ഗൈസ് നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മുകളിലെത്താനായി കേട്ടോ. എത്താനാകുമ്പോൾ ഇതാ ഇവിടെ ഒരു കുളമുണ്ട് കേട്ടോ. ചെറിയ ഈ ഒരു മലേൻ്റെ മുകളിലാണ് ഒരു ചെറിയൊരു വട്ടത്തിൽ വെള്ളം കാണുന്നത്. അപ്പോൾ ഒരുപാട് കുരങ്ങന്മാരുണ്ട് കേട്ടോ. ഉപദ്രവിക്കാറില്ല. ഏകദേശം നോക്കിയാൽ വലിയ കുരങ്ങന്മാരാ എന്താ, എനിക്ക് പേടിയാകുന്നുണ്ട്. ഫുള്ളായിട്ട് കുരങ്ങന്മാരാ. ഇവിടെ കാണുന്നില്ലേ, മുഴുവനും കുരങ്ങന്മാരാ. നമ്മൾ ഏകദേശം നടന്ന് മുകളിലെത്താനായിട്ടാ. ഇതാ നല്ല വേലാണ്. ഒരുപാട് കുരങ്ങന്മാരുണ്ട്. ഉപദ്രവിക്കാറില്ല. ഏകദേശം നമ്മളത്ര തന്നെ ഉണ്ട് കാണുമ്പോൾ. അത്ര വലിയ കുരങ്ങന്മാരാ. ഇതിൻ്റെ മുകളിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ആരുമില്ല ഇവിടെ. ഉണ്ടോ? അപ്പോൾ അമ്പലം ക്ലോസ് ആക്കിയിട്ടാണ് ഉള്ളത്. അപ്പോൾ ആരുമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു അമ്പലത്തിൻ്റെ മുകളിലെത്തി കേട്ടോ. വെള്ളം എടുക്കാണ്ട് ഈ ഒരു മലേൻ്റെ മുകളിലേക്ക് വരാൻ പാടില്ല. ഞാൻ വെള്ളം എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ല ക്ഷീണം പിടിച്ചിട്ടുള്ളത്. ഒരു രക്ഷയില്ല. അമ്പലം ക്ലോസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അമ്പലത്തിൻ്റെ മുകളിലുള്ള കാഴ്ച ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്ന ഒരു ഇതേ ഉള്ളൂ. ഇവിടെ കാണുന്നില്ലേ, അമ്പലത്തിൻ്റെ ഒരു സൈഡാണ് ഈ കാണുന്നത്. അവിടെ കാണുന്ന ഒരു വലിയ മലയാണ് കേട്ടോ. പിന്നെ ഈ ഒരു സൈഡ് പറഞ്ഞാൽ മുഴുവനായിട്ട് ബിൽഡിങ്ങാണ്. ഒരുപാട് വീടുകളുണ്ട്. അങ്ങ് കാണുന്നത് വയലാണ്. ഇവിടെ കാണുന്നില്ലേ, അവിടെ ഒരു എന്താ പറയണ്ടേ, വലിയൊരു മല തന്നെയാണ്. ഒരു പാറ കണ്ടാ. അതിൻ്റെ മുകളിൽ നമുക്ക് പോകാനാവില്ല. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ബാക്ക് ഭാഗമാണ് ഈ കാണുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ബാക്ക് ഭാഗത്തിതാ ഇങ്ങനെ ഒരു അടിപൊളി സ്ഥലമുണ്ട്. നല്ല വേലായതുകൊണ്ട് നമുക്ക് ആ ഒരു കാഴ്ച നേർക്ക് കാണാൻ പറ്റില്ല. ഈ പാറ കണ്ട, വലിയ പാറ. പിന്നെ ഈ ഒരു സൈഡ് നല്ല താഴ്ചയാണ് അങ്ങോട്ട് കണ്ട. ഇത് മുഴുവനായിട്ടും വീടും ബിൽഡിങ്ങും അതും ഇതും എല്ലാം, കടകളും എല്ലാം ആയിട്ട്. അപ്പോൾ ഇങ്ങനെ സൂര്യൻ ഉദിച്ച് നല്ല വേലാണ്. നമുക്ക് വേഗം താഴേക്ക് എത്തണം. അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോഴുള്ള കാഴ്ച ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ബാക്ക് ഭാഗമാണ് ഈ കാണുന്നത്. പക്ഷെ മനോഹരമായ കാഴ്ചയാണ് ഇവിടുന്ന് നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. കണ്ടോ, ഒരു രക്ഷയില്ല. ഇതൊക്കെ പറഞ്ഞാൽ വലിയ വലിയ ഇടുവാണ്. മഴക്കാലം വന്നു കഴിഞ്ഞാൽ സ്ലിപ്പായിട്ടുണ്ടെങ്കിൽ അങ്ങ് താഴെ എത്തും. വേനൽക്കാലമായതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ചപ്പൊക്കെ ഉണങ്ങിയിട്ടാണ് ഉള്ളത്. അപ്പോൾ ആരുമില്ല, ഞാൻ തനിച്ചാന്നുള്ളത്. അപ്പോൾ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ രാവിലെ വരുന്ന ഏറ്റവും നല്ലത്. ക്ഷേത്രത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ. ഇവിടെ നോക്കുമ്പോൾ ഭയങ്കര വ്യൂ ആട്ടാ, ഒരു രക്ഷയില്ല. ഉണ്ടാ പൊടി വ്യൂ ഉണ്ടാ. അപ്പോൾ ഗൈസ്, ഈയൊരു ക്ഷേത്രം ഉള്ളത് തിരുവണ്ണാമല ജില്ലയിലാണ് കേട്ടോ. അപ്പം
നമുക്കിനി ഇതിൻ്റെ ഇവിടെയുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ട്. അപ്പോൾ വരാൻ താല്പര്യമുള്ളവർ വരിക. രാവിലെ വരണം, നല്ല അടിപൊളി കാഴ്ചയാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതുപോലുള്ള അടിപൊളി വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ബൈ ബൈ.